ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സീരിയലിൽ നിന്ന് ഡിലേ ആണ്. കാരണം വേറൊന്നല്ല, ഇത് നമ്മുടെ ഗീതാഞ്ജലി, നമ്മുടെ അലീനയുടെ പ്രിയപ്പെട്ട ബാലച്ചനും വരുന്ന എപ്പിസോഡ് ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഡിലേ. അപ്പോൾ ഇന്നത്തെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മുത്തശ്ശന് ഒട്ടും തന്നെ വയ്യ കേട്ടോ, ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് തന്നെ മരണം സംഭവിക്കും, ആ ഒരു നിലയിലാണ് മുത്തശ്ശൻ കിടക്കുന്നത്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ ഡോക്ടർ പറയുന്നുണ്ട്. അത് പ്രകാരം കമല നമ്മുടെ ഗീതാഞ്ജലിനെ വിളിക്കുകയാണ്. ശേഷം ഗീതാഞ്ജലി എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശൻ്റെ ആദ്യത്തെ മകളാട്ടോ, അതായത് നമ്മുടെ അലീനയുടെ അമ്മയാണ്. അങ്ങനെ ഗീതാഞ്ജലിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം പറയുന്നുണ്ട്, അച്ഛന് തീരെ വയ്യ, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാനാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഗീതാഞ്ജലി ആകെ ഞെട്ടി തരിച്ച് അവിടുന്ന് എഴുന്നേക്കുവാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവിടുന്ന് ചാടി എഴുന്നേക്കാണ്. ശേഷം തൻ്റെ ഭർത്താവിനെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട്. നീ എന്ന അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കും, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് നമ്മുടെ ബാലച്ചനും പറയാണ്. അതിനുശേഷം നമ്മുടെ ഗീതാഞ്ജലി നേരെ മനുവിൻ്റെ വീട്ടിലേക്കാട്ടോ വരുന്നത്. കമലയെടുത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അച്ഛനിപ്പോൾ? ഒന്നും പറയണ്ട, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അവസാനമായിട്ട് മക്കളെയും കൊച്ചുമക്കളൊക്കെ കണ്ട് കണ്ണടക്കണമെന്നായിരുന്നല്ലോ അച്ഛൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണല്ലോ അച്ഛൻ ഹോസ്പിറ്റലിൽ പോലും കിടക്കാതെ ഇവിടെ തന്നെ കിടന്നത്. അതേ എല്ലാവരെയും വിളിച്ചു വരുത്തിയത് എന്ന് പറയാണ്. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ ഗീതാഞ്ജലിയുടെ കൈകൾ പിടിക്കുകയാണ് മുത്തശ്ശൻ. ശേഷം മോളെ മോളെ എന്ന് പറയുന്നുണ്ട്. അച്ഛ ഞാൻ കേൾക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞോ, എന്താ അച്ഛൻ എന്താ എന്നോട് പറയാനുള്ളത്? അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി ഒരുങ്ങാണ്. അച്ഛ പറഞ്ഞു എന്ന് പറയാണ്. എനിക്ക് നിന്നോട് നിൻ്റെ മോള് ജീവനോടെ, അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, പക്ഷേ ഗീതാഞ്ജലിക്ക് മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ പറയും, നിൻ്റെ മോള് ജീവനോടെ ഉണ്ട് എന്നുള്ള സത്യം മുത്തശ്ശനെ പറയുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാവുന്നില്ല മോൾക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് നിൻ്റെ മോള് ജീവനോടെ, അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല എന്താ അച്ഛ എന്ന് പറയുമ്പോൾ കമല ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, എന്താണ് ഈ പറയണേന്ന്. അങ്ങനെ മുത്തശ്ശൻ ആ സത്യം ഇങ്ങനെ പറയുമ്പോൾ മറ്റേ ആർക്കൊന്നും അത് തിരിയുന്നില്ല. കാരണം ഇങ്ങനെ തിരിഞ്ഞ് സംസാരിക്കുന്നതുകൊണ്ട്, സംസാരം ഇങ്ങനെ തിരിഞ്ഞ് കേൾക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് അത് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും തൻ്റെ മകൾ ജീവനോടെ ഉണ്ട് എന്നുള്ള സത്യമാണ് നമ്മുടെ മുത്തശ്ശൻ ആ മരണത്തിൻ്റെ അവസാന വക്കിലെത്തുന്ന സമയത്ത് മകളോട് തുറന്നു പറയുന്ന സത്യം കേട്ടോ. അതേസമയം നമ്മുടെ രേവതിനെ കൊണ്ടുവരാൻ വേണ്ടി ഗ്രേസി വരുന്നുണ്ട്. അപ്പോൾ ഗ്രേസിയുടെ വിചാരം രേവതി എന്ന് പറഞ്ഞത് ഏതോ പെണ്ണാണെന്നാ വിചാരം. അവിടെ വന്ന് പറയുന്നുണ്ട്, നമ്മുടെ സ്നേഹനികേതനിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാനാ ഗ്രേസി, മാമച്ചൻ പറഞ്ഞല്ലോ, മനസ്സിലായി, മാമച്ചൻ്റെ ഭാര്യയല്ലേ? അതെ, എവിടെയാ പെൺകുട്ടി? കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. അപ്പോഴേക്കും അലീനടുത്ത് നമ്മുടെ ബ്രിജിതാമ്മ പറയുന്നുണ്ട്, മോളെ രേവതിനെ വിളിച്ചോണ്ട് വാ എന്ന് പറയാണ്. അലീന രേവതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോളെ ദേ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഗ്രേസി അമ്മ വന്നിട്ടുണ്ട്, വാ. ഞാൻ എവിടെയും പോകുന്നില്ല ചേച്ചി, ഇത് നമ്മുടെ വീടല്ലേ, നമ്മളെന്തിനാ ചേച്ചി ഇവിടെ നിന്ന് പോകുന്നത്? മോളെ നോക്ക്, ഇന്ന് നീ പോകുന്നു, നാളെ ഞാൻ പോകും, നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോയല്ലേ മോളെ പറ്റൂ. ബ്രിജിതാമ്മയുടെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ, മോള് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ഗ്രേസിയുടെ അടുത്തേക്ക് രേവതിനെയും കൂട്ടിക്കൊണ്ട് അലീന വരുന്നുണ്ട്. ഇതാണോ രേവതി എന്ന് ഗ്രേസി അമ്മ ചോദിക്കുകയാണ്. അതെ, ഇത് തന്നെയാണ് രേവതി എന്ന് ബ്രിജിതാമ്മ പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇവളൊരു ചെറിയ പെൺകൊച്ചാണല്ലോ, ഇവളെ നോക്കാൻ വേണ്ടി ഞാൻ ആളെ വെക്കേണ്ടി വരുമല്ലോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അലീനയും ബ്രിജിതാമ്മയും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എടി പെൺകൊച്ചേ, നീ എത്ര വരെ പഠിച്ചോടി? +2 കഴിഞ്ഞു. കണ്ടോ, 10-17 വയസ്സുള്ള പെൺകൊച്ചിനെയാണോ എൻ്റെ കൂടെ പറഞ്ഞയക്കണത്? എന്നിട്ട് വേണം ഇവളെ വായി നോക്കുന്ന ആൾക്കാരെയും ഇവളുടെ പുറകെ നടക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ തല്ലി ഓടിക്കാനായിട്ട്. ഇവളെ നോക്കാൻ വേണ്ടി ഞാൻ നിൽക്കേണ്ട അവസ്ഥയാവുമല്ലോ എന്ന് പറയണം. എന്തെങ്കിലും ആവട്ടെ, മാമച്ചൻ പറഞ്ഞതല്ലേ, എന്തായാലും വാക്ക് തന്നതല്ലേ, ഞാനിവളെ ഏറ്റെടുത്തോളാം എന്ന് പറയണം. അങ്ങനെ എഗ്രിമെൻറ്റിലൊക്കെ രേവതിനെയും അതുപോലെ തന്നെ ഗ്രേസിനെയും കൊണ്ട് ഒപ്പിടിപ്പിക്കുകയാണ് ബ്രിജിതാമ്മ. നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ടാണ് കേട്ടോ എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നത്. അത് കാണുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിനെ ഗ്രേസ് കൊണ്ടുപോകുന്ന ഭാഗം ഇന്നത്തെ എപ്പിസോഡിലാണ് കേട്ടോ. ഇതിൻ്റെ നോവലിൽ ഗ്രേസ് എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കര സാധനം കേട്ടോ. രേവതി അടുത്ത് വല്ലാത്ത രീതിയിലൊക്കെയാണ് പെരുമാറുള്ളൂ. പക്ഷേ ഇവർ പാവമാവുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ രേവതിയുടെ ആ ഒരു സ്നേഹവും രേവതിയുടെ നല്ല മനസ്സൊക്കെ മനസ്സിലാക്കിയിട്ട് ഗ്രേസി മാറുന്ന ആ ഒരു സമയമൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ നല്ല പഞ്ചപാവമാവും കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നോവലിലുള്ള ഒരു ഭാഗമാണ്. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നോവലിലെ ഭാഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗം ഉണ്ട് കേട്ടോ, നല്ല രസമാണ് ആ ഭാഗം കാണട്ടെ. അപ്പോൾ എന്തായാലും നല്ല ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായതുകൊണ്ട് തന്നെ ഡിലേ ആണ് കേട്ടോ. അതുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ ഒറിജിനൽ പറയാത്തത്. എപ്പിസോഡിൻ്റെ ഒറിജിനൽ ഉച്ചയ്ക്ക് മുമ്പ് വരാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.